7 8 ആയത്തുകളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا. 8 ആയത്ത് ഞാൻ ഓതിത്തരാം, നമ്മൾ ഓതിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا. സൂറത്ത് നബ വൃത്താന്തം, വാർത്ത എന്നൊക്കെയാണ് പദത്തിന്റെ അർത്ഥം. ഇതില് ഈ സൂറത്തിന്റെ 2-ാമത്തെ ആയത്തിൽ തന്നെ ആ സൂറത്തിന്റെ പേര് വന്നിട്ടുണ്ട്. 2-ാമത്തെ ആയത്തിൽ തന്നെ അനിൻ നബഇൽ അലീം എന്ന്. അപ്പൊ നമ്മൾ ഇതില് നമ്മളിപ്പോ ഓതിയ ആയത്തുകളിൽ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നൂനു സാക്കിന വത്തൻവീന്റെ നിയമങ്ങൾ ഒക്കെ ശ്രദ്ധിക്കാനുണ്ട്. അവയെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ പാരായണം ചെയ്യാം. നമ്മൾ ഓതിയ ഏറ്റവും അവസാനത്തെ ആയത്ത്, 8-ാമത്തെ ആയത്ത്, വഖലഖനാകും അസ്വാജ. അവിടെ മീമു സാക്കിനയ്ക്ക് ശേഷം വന്നിരിക്കുന്നത് ഹംസാണ്. അപ്പൊ അവിടെ നമ്മൾ മണിച്ച് ഓതരുത്. ചില ആളുകളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഖലഖനാകും അസ്വാജ എന്നിങ്ങനെ മണിച്ച് ഓതാണ്. അവിടെ മീമുൽ ഇൽഹാറാണ്, വെളിവാക്കി ഓതണം. അതേപോലെ 6-ാമത്തെ ആയത്തിൽ അലം നജ്അലിൽ എന്ന് ചിലരൊക്കെ മണിച്ച് ഓതുന്നത് കാണാം. അവിടെ ഈ മീമുൽ ഇൽഹാറാണ്. സാക്കിനായ മീമിന് ശേഷം ഒന്നുകിൽ മീമോ അല്ലെങ്കിൽ ബാओ വരുമ്പോഴാണ് അവിടെ മണിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ നൂനാണ്, അലം നജ്അലിൽ. അപ്പം മണിക്കാതെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്ത് കൂടിയാണ് ഈ സൂറത്ത് നബ. 40 ആയത്തുകളാണ് ഈ സൂറത്തിൽ ആകെ ഉള്ളത്. മക്കയിൽ അവതരിച്ച സൂറത്താണിത്, മക്കിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്ത് നബ വൃത്താന്തം, വാർത്ത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പം ആ വിഷയം തന്നെ, ആ സൂറത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട വിഷയമാണ് സൂറത്തിന്റെ ആരംഭത്തിൽ തന്നെ വന്നിട്ടുള്ളത്. ഈ സൂറത്ത് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും തന്നെ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു സൂറത്താണ്. അപ്പൊ മനഃപ്പാഠമാക്കാത്തവർ ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ സൂറത്ത് പഠിക്കുന്ന ഈ സമയത്ത് അത് ബൈഹാർട്ടാക്കാൻ ശ്രമിക്കുക. എളുപ്പമാണ്, മനഃപ്പാഠമാക്കാൻ വളരെ എളുപ്പമുള്ളൊരു സൂറത്താണ് സൂറത്ത് നബ. അപ്പൊ 1-ാമത്തെ ആയത്ത് അമ്മ
യതസാഅലൂൻ. അമ്മ എന്ന് വന്നിരിക്കുന്ന ആ പദം അൻ പ്ലസ് മ, അൻ പ്ലസ് മ അത് ചേർന്നിട്ടാണ് അമ്മ എന്ന് വന്നിരിക്കുന്നത്. അമ്മ എന്തിനെ കുറിച്ചാണ്, എന്തിനെ പറ്റിയാണ്? യതസാഅലൂൻ അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണ് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? യതസാഅലൂന. ഇവിടെ തസാഅല എന്നതാണ് അതിന്റെ ക്രിയ. സഅല എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നതിനെ പറയാം. സുആൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സഅല യസ്അലു സുആലൻ. ചോദ്യകർത്താവിന് സാഇൽ എന്നാ പറയാ. സാഇൽ ചോദ്യകർത്താവ്, ചോദിക്കുന്നവൻ. ഇവിടെ തസാഅല എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. പരസ്പരം ചോദിക്കുക, പരസ്പരം ചോദിക്കുക, പരസ്പരം ചോദിച്ചന്വേഷിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതാണ് തസാഅല. അപ്പൊ ഇവിടെ തസാഅലയുടെ മുളാരിയായ രൂപമാണ് യതസാഅലു. അതിന്റെ ജംഉ സീഗയാണ് ആയത്തിൽ വന്നിരിക്കുന്നത്. യതസാഅലു എന്ന് പറഞ്ഞാൽ ഒരാള്, യതസാഅലാനി രണ്ടുപേര്, യതസാഅലൂന എന്ന് പറഞ്ഞാൽ കുറേയേറെ ആളുകൾ, രണ്ടിലേറെ എത്രയുണ്ടോ അവരെല്ലാം അതിൽ പെട്ടു. അപ്പൊ അമ്മ യതസാഅലൂൻ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാണ് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അത് അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല. നബിക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല. മറിച്ച് ഒരു ചോദ്യ രൂപത്തിൽ, അന്വേഷണ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് അനിൻ നബഇൽ അളീം, അനിൻ നബഇൽ അളീം. എന്നാൽ അള്ളാഹുവിന്റെ സിഫത്തിലേക്ക് നമ്മളത് ചേർത്ത് പറയുമ്പോൾ അൽ അലീം എന്ന് പറയുമ്പോൾ മഹത്തായ എന്നർത്ഥം പറയും, മഹത്തായവൻ. അപ്പൊ അൽ അലീം ഒരു സ്വർഗത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ആ രൂപത്തിൽ പറയും. എന്നാൽ നരകത്തെ പറ്റിയോ ശിക്ഷകളെ പറ്റിയോ ഒക്കെ പറയുമ്പോൾ ഘോരമായ, വമ്പിച്ച എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആ പദം പ്രയോഗിക്കും. അപ്പൊ ഇവിടെ അർത്ഥം അനിൻ നബഇൽ അലീം എന്ന് പറഞ്ഞാൽ ആ മഹത്തായ വൃത്താന്തത്തെ കുറിച്ച് തന്നെ, ആ മഹത്തായ വൃത്താന്തത്തെ കുറിച്ച് തന്നെ. അപ്പൊ ഒന്നാമത്തെ ആയത്ത് അമ്മ യതസാഅലൂൻ, എന്തിനെ കുറിച്ചാണ് അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് അള്ളാഹു തന്നെ അതിന്റെ ജവാബ് പറയാണ് അനിൻ നബഇൽ അലീം, ആ മഹത്തായ വൃത്താന്തത്തെ കുറിച്ച്. അപ്പൊ ഇവിടെ ഈ ആയത്തില് എന്താണ് വൃത്താന്തം, എന്താണ് വാർത്ത എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നില്ല. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന വിഷയം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ജീവിതം അവസാനിക്കില്ലേ, ഇനി ഒരു ലോകമുണ്ടോ? ഉണ്ട് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും വഹീകളും അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അപ്പൊ അത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം, അഥവാ മരണശേഷമുള്ള ജീവിതം, മരണശേഷമുള്ള ലോകം, പരലോക ജീവിതം. അതുകൊണ്ടാണ് അൻ നബഉൽ അലീം എന്നുള്ളതിന് ഭൂരിഭാഗം മുഫസ്സിറുകളും കൊടുത്തിരിക്കുന്ന അർത്ഥം അൽ ബഅ്സു ബഅദൽ മൗത്ത് എന്നാണ്, മരണശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ പ്രമുഖ താബിഈ പണ്ഡിതനായ മുജാഹിദ് റഹ്മഹുല്ല അദ്ദേഹം പറഞ്ഞത് ഹുവൽ ഖുർആൻ, ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ ഒന്നാമത്തെ അഭിപ്രായമാണ് ഏറ്റവും ശരി, അതായത് മരണശേഷമുള്ള ജീവിതം, പരലോക ജീവിതം. എന്നാൽ വിശുദ്ധ ഖുർആനിലാവട്ടെ ഈ പറഞ്ഞ പരലോക ജീവിതവും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കൊണ്ടാവാം അത് ഖുർആനാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തുകൾ കഴിഞ്ഞു. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അലീം. അത് കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 3, 4 ആയത്തുകളിൽ പറയുന്നത് അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ, അതായത് ഒരു വലിയ കാര്യത്തെപ്പറ്റി ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് ആ വിഷയത്തിൽ ഒരു ഏകാഭിപ്രായമൊന്നുമില്ല. അത് അള്ളാഹു പറയുന്നത് അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അല്ലദീ എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യം, ഹും ഫീഹി അവർ അതിൽ, മുഖ്തലിഫൂൻ ഭിന്നിച്ചവരാണ്, വ്യത്യസ്ത അഭിപ്രായക്കാരാണ്.
അപ്പൊ അതായത് യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായക്കാരാകുന്നുവോ അക്കാര്യം തന്നെ അവർക്കിടയിൽ തന്നെ ഭിന്നതയാണ്. പലരും പല വാക്കുകളാണ് പറയുന്നത്. ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നോക്കുകയാണെങ്കിൽ തന്നെ വ്യത്യസ്തമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്, ഒരാരോപണമല്ല. ഖുർആനെ പറ്റി പറയുകയാണെങ്കിലും അവർ വ്യത്യസ്തമായ ആരോപണം ഉന്നയിക്കുന്നത്. ഖുർആൻ സിഹറാണ്, ഖുർആൻ ഷിറാണ്, ഖുർആൻ കെട്ടിയുണ്ടാക്കിയതാണ്, പിശാചുക്കൾ പറഞ്ഞു കൊടുക്കുന്ന ഓതിക്കൊടുക്കുന്ന വാർത്തകളാണ് എന്നിങ്ങനെ നബിയെ പറ്റി എടുത്താലും ഖുർആനെ പറ്റി എടുത്താലും അതേപോലെ തന്നെ വിശ്വാസത്തെ പറ്റി എടുത്താലും എല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അവരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ അഭിപ്രായക്കേടിലാണ് എന്നർത്ഥം. ഇപ്പൊ മുഖ്തലിഫ് നമ്മൾ സാധാരണ പറയാറുണ്ട്, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ എന്താ? അഭിപ്രായ ഭിന്നത. മുഖ്തലിഫ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഭിന്നത വെച്ച് പുലർത്തുന്നവനാണ് പറയാം. മുഖ്തലിഫൂന എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനമാണ്. അപ്പം അതായത് യാതൊന്നിൽ അവർ ഭിന്നാഭിപ്രായക്കാരായിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു സത്യപ്രവാചകനെ അയച്ചിട്ട് ഒരു സത്യവേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ട് ഇത്രയും നല്ല ഒരു എന്താ പറയുക ശുദ്ധമായ ആദർശം തൗഹീദ് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നിട്ട് അത് ഉൾക്കൊള്ളാനോ പഠിക്കാനോ തയ്യാറാവാതെ പരലോക ജീവിതത്തെ നിഷേധിക്കുന്ന നിങ്ങൾക്കിതാ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞ അള്ളാഹു 4-5 ആയത്തുകളില് വാണിംഗ് കൊടുക്കുകയാണ് അവർക്ക്. അതെന്താണ്? കല്ല. വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളില് നമ്മൾ ഈ പദം കാണാം, കല്ല. അതൊരു മുന്നറിയിപ്പാണ്. അതിന്റെ അർത്ഥം അങ്ങനെ വേണ്ട, അല്ലെങ്കിൽ അങ്ങനെയല്ല എന്നൊക്കെയുള്ള അർത്ഥമാണ്. സയഅലമൂൻ, അവർ വഴിയെ അറിയും, അവർ അറിയും. അലിമ എന്ന് വെച്ചാൽ അറിഞ്ഞു, യഅലമു അറിയുന്നു, യഅലമാനി യഅലമൂന. അപ്പം കുറെ പേർ എന്ന ബഹുവചന രൂപമാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ സ എന്ന അർത്ഥം വഴിയെ എന്നുള്ള അർത്ഥമാണ്. സ മുതാരിയായിട്ടുള്ള വർത്തമാനകാല രൂപത്തിൽ വരുന്ന ക്രിയയുടെ മുമ്പിൽ ഈ പറഞ്ഞ രൂപത്തിൽ സ എന്ന് വന്നു കഴിഞ്ഞാൽ വഴിയെ എന്നുള്ള അർത്ഥമാണ്. സ അല്ലെങ്കിൽ സൗഫ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വേണ്ട, അവർക്ക് വഴിയെ അറിയാറാകും. അള്ളാഹു പറയാൻ അവർ വഴി അറിഞ്ഞുകൊള്ളും. പിന്നെയും ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുകയാണ്, സുമ്മ പിന്നെയും വേണ്ട, കല്ലാസയാലമൂൻ അവർക്ക് വഴിയെ അറിയാറാകും. അപ്പൊ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് പരലോക ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ നൽകുന്നത്. അപ്പം ബോധവും വിവരവും വിവേകവുമുള്ള ഒരാളാണ് എങ്കിൽ ആ മുന്നറിയിപ്പുകളെ വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യും? എടുക്കും എന്നുള്ളതാണ്. മുഫസ്സിറുകൾ പറയുന്നത് കാണാം, വഹാദ തഹ്ദീദുൻ ഷദീദുൻ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ ഒരു ഭീഷണിയും വഈദുൻ, ശക്തമായൊരു മുന്നറിയിപ്പും വാണിങ്ങും ഒക്കെ ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന്. ഇനി ഈ 5 ആയത്തുകൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി തന്ന നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ നന്ദി കാണിക്കണം, ആ റബ്ബ് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം, ആ റബ്ബ് പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട മരണശേഷം ഒരു ജീവിതമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ. അപ്പൊ ഇവിടെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അവന്റെ സൃഷ്ടിപ്പുണ്ടല്ലോ, ആ സൃഷ്ടിപ്പിലൂടെ കണ്ണോടിച്ച് പരലോക ജീവിതത്തെ, ഇനിയൊരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം എന്നത് ഓരോ മനുഷ്യനും തിരിച്ചറിയണം. അപ്പൊ അത് തിരിച്ചറിയാൻ തയ്യാറാവാതെ പരലോക ജീവിതത്തെ നിഷേധിച്ച് തള്ളുന്ന ആളുകളോട് അള്ളാഹു പറയാൻ, ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുക്കി തന്നത് ഞാനല്ലേ, ഈ റബ്ബല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഈ പരലോക ജീവിതത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല? അപ്പൊ അതാണ് 6, 7, 8 ആയത്തുകളിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ അള്ളാഹുവിന്റെ ചോദ്യം ഇതാണ്. അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? അള്ളാഹു നമുക്ക് ചെയ്തെന്ന ഓരോരോ അനുഗ്രഹങ്ങളാണ്, വലിയ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം അനുഗ്രഹമായി എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. അപ്പൊ അതിലൊന്നാണ് അലം നജ്അലിൽ അർള മിഹാദ, അലം നജ്അലിൽ അർള മിഹാദ.
അലം നജ്അലിൽ അർള മിഹാദ. ആ എന്നത് ഹംസത്തുൽ ഇസ്തിഫ്ഹാമാണ്, ചോദ്യമാണ്. ആ ഇല്ലേ, ഉണ്ടോ എന്നൊക്കെയുള്ള അർത്ഥം. അപ്പം ലം എന്ന് ചേരുമ്പം ഇല്ലേ എന്നുള്ള അർത്ഥം വരും. അലം നജ്അൽ, നാം ആക്കിയില്ലേ, നാം ഏർപ്പെടുത്തി തന്നില്ലേ, നാം നിശ്ചയിച്ചു തന്നില്ലേ എന്നൊക്കെയുള്ള അർത്ഥം. ജഅല യജ്അലു നജ്അലു. അപ്പം അലം നജ്അലിൽ അർള മിഹാദ. അവിടെ ലാമിന് ശരിക്ക് കെസർ അല്ല, ലാമിന് സുക്കൂനാണ്. അവിടെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരും, തൊട്ട് ശേഷം വരുന്ന സുക്കൂനാണ്. അതുകൊണ്ടാണ് താൽക്കാലികമായി കെസർ ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അലം നജ്അൽ അർള എന്നാണ് അതിന്റെ ശരിക്കുള്ള പദം. അവിടെ ചേർത്ത് ഓതാനുള്ള സൗകര്യത്തിനാണ് അലം നജ്അലിൽ എന്നാക്കിയിരിക്കുന്നത്. അപ്പൊ അലം നജ്അൽ, നാം ആക്കിയില്ലേ, അൽ അർള, ഭൂമിയെ, അഥവാ നമ്മൾ ഈ വസിക്കുന്ന ഈ ഭൂമിയെ, മിഹാദ, ഒരു വിധാനം, അല്ലെങ്കിൽ ഒരു തൊട്ടിൽ, അല്ലെങ്കിൽ ഒരു വിരിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം പറയാം. അപ്പൊ ഭൂമിയെ നാം ഒരു വിധാനം അല്ലെങ്കിൽ ഒരു വിരിപ്പെന്നോണം നിങ്ങൾക്ക് ആക്കി തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ ഈ ചോദ്യത്തെ നമ്മൾ കേവലം ഓതിപ്പോയാൽ അല്ലെങ്കിൽ അർത്ഥം പറഞ്ഞു പോയാൽ പോരാ, മറിച്ച് അള്ളാഹുവിന്റെ ആ ചോദ്യത്തിന്റെ ആഴം എത്ര വലുതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കണം, ചിന്തിക്കണം. അവിടെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ നോക്കൂ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അലം നജ്അലിൽ അർള മിഹാദ എന്നാണ്. അലം നജ്അലിൽ അർള മിഹാദ, ഭൂമിയെ നാം ഒരു തൊട്ടിലാക്കി തന്നില്ലേ, ഒരു വിരിപ്പാക്കി തന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ തൊട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുഞ്ഞുങ്ങളെ നമ്മൾ ഉറക്കുന്ന തൊട്ടിൽ, കൽ മഹദിൽ സ്വബീ എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. ഒരു കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി ഉമ്മ കെട്ടി തൂക്കുന്ന ആ തൊട്ടിലുണ്ടല്ലോ, ആ തൊട്ടില് ശരിക്ക് കുലുങ്ങുന്നുണ്ട്. ആ തൊട്ടിൽ ഇങ്ങനെ താഴോട്ടും മേലോട്ടും ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രിങ് ആക്ഷനിൽ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. അതേപോലെ ആ തൊട്ടിലിനെ, കുഞ്ഞിനെ ഇട്ടിട്ട് ആ തൊട്ടിലിന് നല്ല വേഗത്തിൽ ഉമ്മ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആട്ടുന്നുണ്ട്. നന്നായി ആ തൊട്ടിൽ ഇങ്ങനെ ഇളകുന്നുണ്ട്. പക്ഷെ അത് ആ കുഞ്ഞിനെ ഒരു നിലയ്ക്കും ബാധിക്കുന്നില്ല. കുഞ്ഞ് അത്രയും സുഖമായിട്ട് ആ കുലുക്കവും ആട്ടവും ഒക്കെ ആ കുഞ്ഞിനൊരു സുഖമാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, ആ കുഞ്ഞ് സുഖമായി കിടന്ന് തൊട്ടിൽ കിടന്ന് ഉറങ്ങാൻ. എന്നതുപോലെ ഈ ഭൂമിയിൽ, ഇത്രയും അപകടം നിറഞ്ഞൊരു ഭൂമിയില് നമുക്കൊരു കുഞ്ഞ് തൊട്ടിൽ കിടന്നുറങ്ങുന്നത് പോലെ സുഖസുന്ദരമായി ഇവിടെ ജീവിക്കാനുള്ള സൗകര്യം നാം നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പൊ അത് വെറും കേവലമായ ഒരു ചോദ്യമല്ല എന്നർത്ഥം. എങ്ങനെയുള്ള ഭൂമിയാ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഭൂമിയുടെ ഉൾഭാഗത്തിന്റെ അവസ്ഥ എന്താ? ഈ ഭൂമിയുടെ ഉൾഭാഗം നമ്മളൊക്കെ ഈ സ്കൂളില് പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഭൂമിക്ക് തട്ടുകളുണ്ട്, അതിന്റെ പുറന്തോടുണ്ട്, അകക്കാമ്പുണ്ട്, അതിന്റെ ഉള്ളില് മാൻഡിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മാൻഡിൽ എന്ന് പറഞ്ഞാല് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് സുഖസുന്ദരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് എനി ടൈം, എല്ലാ സമയത്തും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. 1000 ഡിഗ്രിക്ക് മുകളിൽ ഇരുമ്പൊക്കെ ഉരുകിപ്പോകുന്ന അത്രയും വലിയ ചൂടില് പിന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയുടെ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. നമ്മൾ അന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മള് പിന്നെ താമസിക്കുന്ന വീടിന്റെ താഴത്തെ തട്ട് കത്തുകയെന്ന് വിചാരിക്കുക, നമുക്ക് എന്തെങ്കിലും ഒരു സ്വസ്ഥത ഉണ്ടാവും. താഴത്തെ നില അതിങ്ങനെ കത്താണ്, അല്ലെങ്കിൽ വലിയൊരു ബിൽഡിംഗ്, അതിന്റെ താഴത്തെ നില ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു അപകടം നിറഞ്ഞ ഒരവസ്ഥ. അപ്പൊ ആ ഒരവസ്ഥയിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഈ ഭൂമിയുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അഗ്നിപർവ്വതങ്ങളൊക്കെ പിന്നെ അതിന്റെ ലാവയൊക്കെ ഈ ചില സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് വന്നിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളുണ്ട്. ഇത്ര മുകളിലേക്കാണ്, അതിന്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റില്ല, അത്രയും വലിയ ചൂടാണ്. അപ്പൊ ഈ പിന്നെ സുഷിരങ്ങളിലൂടെ ലാവ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്, തീ ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പം ഇത്രയും അപകടം നിറഞ്ഞ ഒരു ഭൂമിക്ക് മുകളിൽ സുഖസുന്ദരമായി ഒരു കുഞ്ഞ് തൊട്ടിൽ കിടന്നുറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ആ തൊട്ടിൽ കിടക്കുന്നത് പോലെ സുഖസുന്ദരമായി ഇവിടെ ജീവിക്കാനും താമസിക്കാനുമുള്ള സൗകര്യം നാം നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്. നമുക്കറിയാം, സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്.
അപ്പൊ ഈ ഭൂമി സത്യത്തിൽ മണിക്കൂറിൽ നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം 1670 കിലോമീറ്റർ വേഗതയിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1670 കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിലാണ് അതിങ്ങനെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഭൂമി സൂര്യനെ ചുറ്റുന്ന അതിന്റെ മറ്റൊരു കറക്കമാണ്. ഭൂമി സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വേഗത പറയുന്നത് ഒരു മണിക്കൂറിൽ 1,07,200 കിലോമീറ്റർ വേഗത ആണ്. 1,07,200 കിലോമീറ്റർ വേഗത. നമുക്കറിയാം, നമ്മളെ ഒരു വണ്ടി പരമാവധി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ 120 150 സ്പീഡിൽ പോകുമ്പോൾ അതിന്റെ ഒരു സ്പീഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മണിക്കൂറിൽ ലക്ഷത്തിന് മീതെ വേഗതയിലാണ് കിലോമീറ്ററിൽ ഈ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പൊ അതിവേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമി ഇതിന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുകളിൽ നമ്മൾ നോക്കിയാൽ സൂര്യൻ മുകളിലുണ്ട്. മാരകമായ ഒരുപാട് രശ്മികളുണ്ട് സൂര്യനിൽ നിന്ന് വരുന്ന പിന്നെ മാരകമായ നമ്മളെ നശിപ്പിച്ചു കളയുന്ന ആ രശ്മികളെ ബ്ലോക്ക് ചെയ്ത് ഈ ഭൂമിയിൽ സുഖസുന്ദരമായി ജീവിക്കാനുള്ള സൗകര്യം നാം നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ഇപ്പം സൂറത്ത് നൂഹിലെ 19-ാമത്തെ ആയത്തിൽ കാണാം, വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാത്വ. അള്ളാഹു പറയാണ്, ഈ ഭൂമിയെ അതിമനോഹരമായ ഒരു വിരിപ്പെന്നോണം നിങ്ങൾക്കാക്കി തന്നില്ലേ, അങ്ങനെയുള്ളവനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഫല യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഗാശിയയിലെ ആയത്തിൽ കാണാം, വൈലൽ അർളി കൈഫ സുത്തിഹത്ത്. നിങ്ങൾ ഭൂമിയിലേക്കൊന്ന് നോക്ക്, എങ്ങനെയാണ് നാം അതിനെ വിധാനിച്ചിരിക്കുന്നത്, അതിനെ പിന്നെ പരത്തിയിരിക്കുന്നത്. അതായത് ഭൂമിയുടെ പ്രതലത്തെ നിങ്ങൾക്ക് ഒരു ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയിൽ സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിങ്ങളെ നാം ആക്കിയില്ലേ. അതേപോലെ 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിലെ 48-ാമത്തെ ആയത്തിൽ കാണാം, വല്ലർള ഫറഷ്നാഹ ഫനിഅമൽ മാഹിദൂൻ. ഈ ഭൂമിയെ നാം നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നു, വിരിച്ചൊരുക്കി തന്നു. അങ്ങനെയെല്ലാം സംവിധാനിച്ച അള്ളാഹു എത്ര അനുഗ്രഹീതനാണ്. അപ്പൊ എത്രയോ പിന്നെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരയിലും കടലിലും ഒക്കെ വഴികൾ, കടലിലൂടെ നമുക്ക് കപ്പലിൽ ഇങ്ങനെ പോകാം. അപ്പൊ കടലിലൂടെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കടലിലെ വെള്ളത്തിന്റെ സ്ഥിതിയെങ്കിൽ നമ്മൾ എത്ര പ്രയാസപ്പെട്ടേനെ. ഇന്ന് ചരക്ക് ഗതാഗതങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കടലിലൂടെയാണ്. അപ്പൊ കടലിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വിശേഷം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എത്ര പ്രയാസപ്പെട്ടേനെ. അതുപോലെ തന്നെ ഭൂമിയിൽ നമുക്കൊന്നും പിന്നെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഭൂമിയുടെ കിടപ്പെങ്കിൽ ഈ വലിയ പർവ്വതങ്ങളും കുഴികളും ഒക്കെ ആയിട്ടായിരുന്നുവെങ്കിൽ നമ്മൾ എത്ര പ്രയാസപ്പെട്ടേനെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമനോഹരമായി നമുക്ക് എവിടെയും പോകാൻ പറ്റുന്ന രൂപത്തിൽ അതിലെ വഴികളെല്ലാം ഒരുക്കി തന്നു. അതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഭൂമിയെ നാം ഒരു തൊട്ടിലെന്നോണം ആക്കി തന്നില്ലേ എന്ന് പറയുന്നത് സത്യത്തിൽ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അതിന് തന്നെ നമ്മൾ എത്രയോ നന്ദി കാണിച്ചാൽ അത് മതിയാവുകയില്ല. അപ്പൊ അതാണ് അള്ളാഹു എടുത്ത് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം, അലം നജ്അലിൽ അർള മിഹാദ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ആയത്ത് വൽ ജിബാല ഔതാദ. വൽ ജിബാല ഔതാദ. ഇത് നമ്മള് മുമ്പ് ക്ലാസ്സുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വൽ ജിബാല ഔതാദ. വൽ ജിബാൽ, ജിബാൽ എന്ന് വെച്ചാല് പർവ്വതങ്ങളാണ്, മലകള്. ജബൽ എന്നതാണ് അതിന്റെ ഏകവചനം, ജിബാൽ അതിന്റെ ബഹുവചനമാണ്. വൽ ജിബാല ഔതാദ. വത്തത് എന്ന് പറഞ്ഞാല് ആണി അല്ലെങ്കിൽ കുറ്റി. ഔത്താദ് അതിന്റെ ബഹുവചനമാണ്. അപ്പം വൽ ജിബാല ഔത്താദ എന്ന് പറഞ്ഞാല് മലകളെ ഭൂമിക്ക് ആണികളും ആക്കിയില്ലേ, മലകളെ ഭൂമിക്ക് ആണികളും ആക്കിയിട്ടില്ലേ. അതായത് നമ്മുടെ ഈ ഭൂമി ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ പോകാതിരിക്കാൻ, ഇളകാതിരിക്കാൻ ശരിക്ക് അള്ളാഹു പർവ്വതങ്ങളെ ഒരാണികൾ പോലെ ഇട്ട് ഉറപ്പിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണത്, പർവ്വതങ്ങളെ ആണികളാക്കി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ അറബികളൊക്കെ മരുഭൂമിയിൽ ടെന്റ് അടിക്കുമ്പോൾ അതിന്റെ സൈഡില് അടിച്ച് താഴ്ത്തുന്ന ഒരു കമ്പിയുണ്ട്, അതിനാണ് ഈ വത്തത് എന്ന് പറയാം. അത് അടിയിലേക്ക് നല്ലപോലെ അടിച്ചു താഴ്ത്തും, മുകളിലേക്ക് അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ശരിക്കും ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് പോലും എത്രമാത്രം എന്താ പറയാ അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണെന്ന് നോക്കി. അതായത് ഇന്ന് ശാസ്ത്ര പഠനങ്ങൾ പറയുന്നത്
നമ്മൾ ഈ പർവ്വതം എന്ന് പറയുന്ന മുകളിലേക്കുള്ളതിനേക്കാൾ എത്രയോ താഴേക്ക് അതിന്റെ വേരുകൾ ഉണ്ട്. അപ്പൊ പർവ്വതം ശരിക്കും മുകളിലേക്കല്ല, താഴേക്കാണ് കൂടുതലുള്ളതെന്നാ പറയുന്നത്. അപ്പൊ അതുപോലെ അള്ളാഹു എന്ത് ചെയ്തു, പർവ്വതങ്ങളെ ആക്കിയില്ല എന്നുള്ളതാണ്. അപ്പൊ പർവ്വതങ്ങളുടെ ധർമ്മം എന്താണ്? ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ നമ്മള് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു പോയ സൂറത്ത് ഗാഷിയയിൽ കാണാം. ഗാഷിയയിലെ 19-ാമത്തെ ആയത്തിൽ വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, പർവ്വതങ്ങളെ നാം എങ്ങനെയാണ് നാട്ടി നിർത്തിയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ. സൂറത്തുൽ അംബിയ ഉണ്ട്, അംബിയ നബിമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അംബിയ, അതിലെ 31-ാമത്തെ ആയത്തിൽ കാണാം വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം, അതായത് നിങ്ങളെയുമായി ചാഞ്ഞും ചെരിഞ്ഞും പോകാതിരിക്കാൻ വേണ്ടി നാം പർവ്വതങ്ങളെ ഇട്ട് ഉറപ്പിച്ചില്ലേന്ന്. റാസിയത്ത്, റാസിയത്ത് എന്നാണ് അവിടെ പറഞ്ഞത്. റവാസി എന്നത് അതിന്റെ ജം ആണ്. അപ്പൊ പർവ്വതങ്ങളുടെ ധർമ്മം എന്താണ്? നമ്മുടെ ഈ ഭൂമി ചാഞ്ഞും ചെരിഞ്ഞും പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ഇട്ട് ഉറപ്പിച്ചിരിക്കുന്ന ആണികൾ പോലെയാണ് പർവ്വതങ്ങൾ എന്നുള്ളതാണ്. അപ്പം ശാസ്ത്ര പഠനം എവിടെയും എത്താത്ത ഒരു കാലത്ത്, അതിനെപ്പറ്റി ആളുകളൊന്നും ചിന്തിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലത്ത്, പർവ്വതത്തിന് ഇങ്ങനെ ഒരു ധർമ്മമുണ്ട്, പർവ്വതത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നൊന്നും ഒരു നിലയ്ക്ക് ഒരു മനുഷ്യക്കുട്ടിക്ക് പോലും പറയാൻ പറ്റാത്ത കാലത്ത് കൃത്യമായി പർവ്വതത്തിന്റെ ധർമ്മം എന്താണ് എന്ന് ആയത്തുകളായി ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ 100% ഈ വിശുദ്ധ ഖുർആൻ ദൈവികമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന്റെ ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് ശരിക്കും ഇത്തരം ആയത്തുകൾ എന്ന് പറയുന്നത്. അപ്പോ മലകളെ ഭൂമിക്ക് ആണികളും നാം ആക്കിയില്ലേ? എന്നിട്ട് അള്ളാഹു 8-ാം വചനത്തിലൂടെ മൂന്നാമത് നമുക്ക് ചെയ്തെന്ന അനുഗ്രഹം എടുത്തു പറയാം. വഖലഖനാകും അസ്വാജ, വഖലഖനാകും അസ്വാജ, വഖലഖനാകും നാം സൃഷ്ടിച്ചു, നിങ്ങളെ നാം സൃഷ്ടിച്ചത് എങ്ങനെയാ? അസ്വാജ, ഇണകളായിട്ട്. അസ്വാജ, ഇണകളായിട്ട്. സൗജ് എന്നതിന്റെ ജം ആണ് അസ്വാജ്. സൗജ് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ സൗജ് എന്ന് പറയും, ഇണ എന്നുള്ള അർത്ഥത്തിൽ. ഖുർആനില് വളരെ മനോഹരമായ ഒരു പദമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ആയിട്ട് പ്രയോഗിക്കുന്നത്, സൗജ് എന്നാണ്. ഇനി നമ്മളത് പുല്ലിംഗം സ്ത്രീലിംഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗജ്, സൗജത്ത് എന്ന് പറയും. സൗജ് എന്ന് പറഞ്ഞാൽ ആൺ ഇണ, സൗജത്ത് പെൺ ഇണ, ഭാര്യ ഭർത്താവ് എന്നുള്ള രൂപത്തിൽ. അപ്പൊ അസ്വാജ് എന്നുള്ളത് അതിന്റെ ബഹുവചന രൂപമാണ്. അപ്പൊ വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു പറയാണ്, നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചു. അതും അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്, വലിയൊരു ദൃഷ്ടാന്തമാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ഇണകളൊക്കെ ജീവിക്കാൻ പറ്റുന്നത്, അതിലെന്താ ഇപ്പം വലിയ ദൃഷ്ടാന്തമുള്ളത്, എന്താ ഇപ്പൊ അതിൽ വലിയ ഒരു അനുഗ്രഹം എന്ന് പറയാനുള്ളത് എന്നൊക്കെ, കുടുംബജീവിതം എന്താണ് എന്നും എങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കണമെന്നും എങ്ങനെ ഒരു ഭർത്താവ് ഭാര്യയോട് മാന്യമായി പെരുമാറണമെന്നും എങ്ങനെ ഒരു ഭർത്താവിനെ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഒരു ഭാര്യ അനുസരിക്കണമെന്നും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ എന്താണ് എന്നും തിരിച്ചറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ഒരു വിവാഹ ബന്ധത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന് ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല ഉമ്മയായി, ഒരു നല്ല വാപ്പയായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ ഈ ആയത്തിന്റെ ആഴം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിലെ സൂറത്ത് റൂം എന്ന ഒരു അധ്യായമുണ്ട്. ആ സൂറത്ത് റൂമിലെ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, നമ്മള് ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുടുംബ ജീവിതം നയിച്ച് പോകുന്ന ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ അള്ളാഹു പറഞ്ഞ ദൃഷ്ടാന്തം എന്നാണ്. വമിൻ ആയാത്തിഹി, അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട അതിമഹത്തായ ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ, മലക്കിൽ നിന്നല്ല, മൃഗത്തിൽ നിന്നല്ല, ജിന്നിൽ നിന്നല്ല, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഒരു ഇണാ സംവിധാനം വെച്ചത്, വിവാഹം വെച്ചത്, കുടുംബം വെച്ചത്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് പരസ്പരം സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ആകാൻ വേണ്ടിയാണ്.
നിങ്ങൾ പരസ്പരം താങ്ങും തണലുമായി മാറാൻ വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അങ്ങനെ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ സ്നേഹവും ഇഷ്ടവും കാരുണ്യവും എല്ലാം ഇട്ടുതരും. ആ ദാമ്പത്യത്തെ അള്ളാഹു ഏറെ സന്തോഷപൂർണമാക്കി മാറ്റും. അപ്പം ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബമായി ജീവിക്കാൻ നമുക്ക് പറ്റണം. പക്ഷെ ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ ഇണക്കവും പിണക്കമൊക്കെ ഉണ്ടാവും. ഇതുവരെന്ന് വെച്ചാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയായിട്ട് പിണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ പിണക്കം തീർക്കാൻ വേണ്ടി മൂന്നാമത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നബിയും ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കൂടെ പോയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ വലിയ ഭൂലോക പ്രശ്നമല്ല. അപ്പൊ അവർ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ, അപ്പൊ അത് പരിഹരിച്ച് നല്ല രൂപത്തിൽ മുമ്പോട്ട് പോകുന്നു. ആ ദാമ്പത്യ ജീവിതം കൂടുതൽ സ്നേഹ സമ്പൂർണമായി മാറുന്നു, സുദൃഢമായി മാറുന്നു. അതല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പിണങ്ങിയാൽ കാലങ്ങളോളം മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. ആ നിലയ്ക്ക് മരിച്ചു പോയാൽ നരകത്തിലുമാണ്, അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടാവും. എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ ആരാകണം, അത് കൃത്യമായി അറിഞ്ഞു പഠിച്ച് ഒരു നല്ല ഭാര്യയാകാൻ നമുക്ക് പറ്റണം. ഒരു ഭർത്താവ് ആരാകണം, പഠിച്ച് അറിഞ്ഞ് ഒരു നല്ല ഭർത്താവാകാൻ പറ്റണം. ലോകത്തുള്ള മുഴുവൻ ആളുകളോടും മാന്യമായി പെരുമാറുകയും സ്വന്തം ഭാര്യയോട് മാന്യമല്ലാത്ത രൂപത്തിൽ പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കാണിക്കാൻ തന്റെ ശരീരം പിന്നെ അണിഞ്ഞൊരുങ്ങി സൗന്ദര്യം കാണിച്ച് എല്ലാവർക്കും മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു പെണ്ണ് സ്വന്തം ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങാനും ആ ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കാനും അണിഞ്ഞൊരുങ്ങാനും തയ്യാറല്ല എങ്കിൽ അവൾ ശരിയായ ഒരു ഭാര്യയല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് ഖുർആൻ പറഞ്ഞ രൂപത്തിൽ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിൽ ഒരു നല്ല ദാമ്പത്യത്തിലേക്ക് കടക്കുമ്പോൾ അത് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അള്ളാഹുവിന് ഈ ഒരു സിസ്റ്റം മാറ്റാമായിരുന്നു. ഭാര്യ ഭർത്താവ് വിവാഹം ഇതൊന്നുമില്ലാതെ ഇവിടെ തലമുറകൾ നിലനിൽക്കാനുള്ള സംവിധാനം അള്ളാഹുവിന് ചെയ്യാമായിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മളൊക്കെ ഒറ്റയ്ക്കായിരിക്കും. ഇപ്പൊ എന്നെ സമയമില്ല, എനിക്ക് ഭാര്യയില്ല, എനിക്ക് വാപ്പയില്ല, എനിക്ക് ഉമ്മയില്ല, എനിക്ക് മക്കളില്ല, ഞാൻ എന്ന ഒരൊറ്റ വ്യക്തി ഇങ്ങനെ ഇവിടെ ഭൂമിയിൽ ജീവിച്ച് ഇങ്ങനെ മരിച്ചു പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മളൊക്കെ ഓരോരോ വ്യക്തികളായിരുന്നു. അള്ളാഹു ഈ തലമുറകൾ നിലനിർത്താനുള്ള സംവിധാനം വേറെന്തെങ്കിലും ആക്കിയിട്ട് അങ്ങനെ വല്ലതും ആക്കിയിരുന്നത് എങ്കിൽ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടേനെ. സത്യത്തിൽ ഒരു കുടുംബ ജീവിതത്തിലൂടെ നമുക്ക് മക്കളുണ്ട്, ആ മക്കളെ കാണുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ഭർത്താവുണ്ട്, ഇണയുണ്ട്, അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നമുക്കൊരു ഉമ്മയുണ്ട്, അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം, കുടുംബക്കാരെല്ലാം ഒത്തുചേരുമ്പോൾ, ഒരു യാത്ര പോകുമ്പോൾ, ഒന്നിച്ചു ചേരുമ്പോൾ, ഒരു കല്യാണത്തിന് വരുമ്പോൾ, വീട്ടിലേക്ക് ബന്ധുക്കൾ എത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഇതൊന്നും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു എങ്കിൽ പിന്നെ എന്തർത്ഥമാ ഉള്ളത്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഇണകളായി സൃഷ്ടിച്ചു എന്നതും ഈ ഒരു കുടുംബ സംവിധാനം ഇവിടെ ഒരുക്കി എന്നതും അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്, വലിയൊരു അനുഗ്രഹമാണ് എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു വൈവാഹിക ജീവിതവും സംവിധാനവും അള്ളാഹു ഇവിടെ നിലനിർത്തി എന്തിനു വേണ്ടിയാണ്? 3 ലക്ഷ്യമാണ് അതിനുള്ളത്. ഒന്ന്, തലമുറകളുടെ നിലനിൽപ്പ്. 2, അള്ളാഹു വെച്ചുള്ള മനുഷ്യരിൽ നിക്ഷേപിച്ചിട്ടുള്ള അവരുടെ വൈകാരികമായ പൂർത്തീകരണം അനുവദനീയമായ മാർഗത്തിലൂടെ നിറവേറ്റുക എന്നത്. മറ്റൊന്ന്, സമാധാനപൂർണമായ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചു മുമ്പോട്ട് പോകുക എന്നുള്ളത്. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വിവാഹ സംവിധാനത്തിലൂടെ സംവിധാനത്തിലൂടെ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾക്ക് കനിഞ്ഞരളിയ ഈ റബ്ബിനെ നിങ്ങൾ മറക്കുകയാണോ? ആ റബ്ബ് അയച്ച പ്രവാചകനെ നിങ്ങൾ മറക്കുകയാണോ? ആ റബ്ബ് ഇറക്കി തന്ന ഖുർആനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? ഇനിയൊരു ജീവിതം വരാനുണ്ട് എന്ന് പറയുമ്പോൾ ആ ജീവിതത്തെ നിങ്ങൾ തിരസ്കരിക്കുകയാണോ, അവഗണിക്കുകയാണോ എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ നമ്മളോട് ചോദിക്കുന്നത്. അതോടൊപ്പം അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിവിടെ ഈ ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തി തരികയുമാണ്. അപ്പൊ ആ ദൃഷ്ടാന്തങ്ങളെയെല്ലാം, ആ അനുഗ്രഹങ്ങളെയെല്ലാം കൃത്യമായി മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക, സന്നദ്ധരാവുക. അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു സൂറത്ത് ആരംഭിച്ചു, സൂറത്ത് നബ. ഇത് നമുക്ക് ഇൻഷാ അള്ളാഹ്
ഏതാനും ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. മനഃപ്പാഠമാക്കാൻ പറ്റുന്നവർ മനഃപ്പാഠമാക്കുകയും അർത്ഥം പഠിച്ചു പോവുകയും ചെയ്യുക. ആ അർത്ഥങ്ങളെ കേവലം അർത്ഥമായി മനസ്സിലാക്കാതെ അതിന്റെ ആഴങ്ങളിലേക്കും ചിന്തകളിലേക്കും പോകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.